ഹായ് ഹലോ നമസ്കാരം ആര്യാണ്. ഇന്ന് നമ്മളെല്ലാവരും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ പോവാട്ടോ. അപ്പോൾ ആദ്യം തന്നെ കിടങ്ങൂർ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. യാതൂട്ടനും അമ്മയാണെങ്കിൽ കട്ട പ്രാർത്ഥിക്കലാണ് ഗൈസ്. അപ്പോൾ ഞാനുണ്ട്, അമ്പാടിയുണ്ട്, അച്ചാപ്പിയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് പോവാട്ടോ. ചക്കി വന്നിട്ടില്ല, ചക്കിക്ക് നൈറ്റ് ഡ്യൂട്ടി. എനിക്ക് നല്ല ക്ഷീണമായിരുന്നു, അതുകൊണ്ട് ഞാൻ നല്ലൊരു ഉറക്കം അങ്ങ് ഉറങ്ങി കേട്ടോ. ഞാൻ മാത്രമല്ല, യാതൂട്ടനും ഉറങ്ങിയേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇറങ്ങിയിട്ട് ഒരു 3-3:30 ആയി കഴിഞ്ഞപ്പോൾ ഒരു കാപ്പി കുടിച്ചു. നല്ല ഫിൽറ്റർ കോഫി, നല്ല അടിപൊളി കോഫിയായിരുന്നു. കോഫിയും കുടിച്ചിട്ട് പിന്നെ നമ്മൾ മുളക് ബജി, പിന്നെ ബോണ്ട, പിന്നെ എന്നാ പഴംപൊരി, അങ്ങനെ ഏതാണ്ടൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്ന് കഴിച്ചു കേട്ടോ. മുളക് ബജി ഇഷ്ടമായതുകൊണ്ട് ഞാനത് ആർത്തിയോടെ കഴിച്ചെങ്കിലും നല്ല എരിവായിരുന്നേ. യാതൂട്ടനാണെങ്കിൽ ഈ പഴംപൊരിയുടെ പുറത്തെ സാധനം മാത്രം നിന്നിട്ട് അതവിടെ വെച്ചു കേട്ടോ. ഇത് ഞങ്ങളുടെ സ്നേഹപ്രകടനം, ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി തൃശ്ശൂർ എത്തി. തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. നമ്മൾ നമസ്കാരം എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നേ. പാവം എൻ്റെ ലാലു വണ്ടി ഓടിച്ചോടിച്ച് മടുത്ത്, ലാലിൻ്റെ കാലൊക്കെ വേദന എടുക്കുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നേ. അച്ഛൻ്റെ മുഖം നോക്കണ്ട ഗൈസ്, അച്ഛൻ്റെ മുഖം ഇങ്ങനെയാണ്. കുറച്ച് നേരം ഇരുന്നൊക്കെ കഴിയുമ്പോൾ അച്ഛനങ്ങ് മൂഡ് പോകും. അപ്പോൾ ആ മൂഡ് ശരിയാക്കാൻ കയറി ചെന്ന് കടന്നൊന്ന് വിശ്രമിച്ചാൽ അത് ശരിയായിക്കോളും കേട്ടോ. നേരത്തെ ലാലു പോയിട്ട് നമ്മുടെ ബാഗൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ബാഗ് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് നമുക്കത് റൂമിൽ എത്തിച്ച് തന്നു കേട്ടോ. നമ്മുടെ റൂം 4th ഫ്ലോറിലായിരുന്നേ. AC റൂമായിരുന്നു. നമ്മൾ ഒറ്റ റൂമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഒരു ദിവസം കടന്നുറങ്ങുന്നതിന് ഒരുപാട് വലിയ 2 റൂം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാനും ലാലും ഞങ്ങളെല്ലാവരും ഫ്രഷ് ആയിട്ട് ഞങ്ങളൊന്ന് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു കേട്ടോ. ഇപ്പം യാതൂട്ടനെ അമ്മ ഇങ്ങനെ കയ്യെ വിടാതെ ഇങ്ങനെ പിടിച്ചോളും. അതുകൊണ്ട് നമുക്ക് വലിയ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. അപ്പം ഞങ്ങൾ കയറി തൊഴുതിറങ്ങി. അവിടെ ഡാൻസും അതും ഇതും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നേ, ഫോട്ടോഷൂട്ടും. അപ്പം ഞങ്ങൾ കയറി തൊഴുതിറങ്ങിയിട്ട് കുറച്ച് നേരം കൂടെ ഞങ്ങൾ അമ്പലത്തിൽ കൂടെ നടന്നിട്ടാണ് പിന്നെ തിരിച്ച് റൂമിലോട്ട് പോയത്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ അമ്പാടി എങ്ങനെയും മുങ്ങാൻ നോക്കുക. അവൻ അതിന് മുണ്ട് വെച്ചൊക്കെ മുഖമൊക്കെ പൊത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു വർഷത്തിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷമുള്ള ഫുൾ എനർജി എനിക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഞങ്ങൾ അതുവഴിയൊക്കെ നടന്നു. എനിക്കിങ്ങനെ അമ്പലത്തിൽ കൂടെ നടക്കാൻ എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഗുരുവായൂർ അമ്പലത്തിലും കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ ഒന്നുകൂടെ വേറൊരു എന്നാ പറയുക സന്തോഷമാണ്. അതിൻ്റെ ഇടയ്ക്ക് യാതൂട്ടനൊന്ന് ചെറിയതായിട്ടൊന്ന് വഴക്കൊക്കെ ഉണ്ടാക്കി. വായടാ അവൻ്റെ വഴക്കൊന്ന് മാറ്റാൻ വേണ്ടി കുറച്ച് നേരം ആനയുടെ ചോട്ടിലൊക്കെ നിന്നിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ഓരോ ചിന്തിക്കട കാണുമ്പോൾ ചെറുക്കൻ ഇങ്ങനെ നിന്നാണ് പോകുന്നത്. അച്ഛനാണെങ്കിൽ ഭയങ്കര കാലിന് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അച്ഛനെയും അമ്മേനെയും അമ്പാടിനെയും കൊച്ചിനെയൊക്കെ കൂടി റൂമിലാക്കിയിട്ട് നമ്മൾ രണ്ടുപേരുടെ പുറത്തേക്കൊന്ന് ഇറങ്ങി വെള്ളം വാങ്ങിക്കാൻ പോയതാണ് ഗൈസ്. അടുത്തോ ഇല്ലല്ലോ. അമ്മയുടെ പേഴ്സ് വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ആ പേഴ്സും ബാക്കി വാങ്ങിച്ച സാധനങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ റൂമിലേക്ക് ചെന്നേ. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും നല്ല ഉറക്കമായിരുന്നു. ചെറുക്കനും അമ്പാടി ചെറുക്കനും നമ്മളെ നോക്കി കണ്ണും വീഴ്ച അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു തരത്തിൽ ചെറുക്കനെ പിടിച്ച് കിടത്തി ഉറക്കി. കാരണം 1:30 ആകുമ്പോൾ എഴുന്നേറ്റ് പോയാലേ നമുക്ക് രാവിലെ നിർമ്മാല്യം തൊഴാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സുന്ദരി എന്നെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ പാവം എൻ്റെ യാതൂട്ടൻ കുളിച്ച് മുണ്ടൊക്കെ ഉടുത്ത് ഇങ്ങനെ കയറി ഇരിക്കുമ്പോൾ എനിക്ക് പാവം തോന്നി കേട്ടോ. നമ്മൾ വന്നത് വൈശാഖ മാസത്തിലായതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. 7 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് നമ്മൾ തൊഴുത് അത്രയും മണിക്കൂർ ക്യൂ നിന്നാലും ഭഗവാനെ നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റിയേ. അത് കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിൽ ചെന്ന് മസാല ദോശ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തപ്പോൾ ഇച്ചിരി താമസിച്ചപ്പോൾ കാണുന്ന കടുപിടിയാണ് ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് മസാല ദോശയൊക്കെ വന്ന് നമ്മളെല്ലാവരും കഴിച്ചിട്ട് അച്ഛനും അമ്മയും പിള്ളേരും ഒക്കെ കൂടി നേരെ റൂമിലോട്ട് പോയി. ഞാനും ലാലും മാത്രമായിട്ട് കുറച്ച് നേരം കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട ലുട്ടുലുടുക്ക് സാധനങ്ങളെല്ലാം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. എനിക്കിങ്ങനെ ലാലു വാങ്ങിച്ച് തരുന്നതും ഇഷ്ടം, ലാലുവിന് ഇതൊക്കെ തന്നെ ഇഷ്ടം കേട്ടോ. അപ്പം നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അത് നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ യാതൊരെണ്ണം നമ്മൾ കൊണ്ടുവരാത്തത് വന്നു കഴിഞ്ഞാൽ അവനെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോകുന്നു വടക്കുന്നാഥൻ്റെ അമ്പലത്തിലേക്ക്. പിന്നെ കുറച്ച് സമയം കിട്ടിയപ്പോൾ നമ്മൾ ഓർത്ത് എന്നാൽ പിന്നെ ചാവക്കാട് ബീച്ചിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്നേ. അപ്പോൾ യാതോട്ടൻ എനിക്ക് തോന്നുന്നു ഒരു 2:30 ആ സമയത്താണ് അവൻ ആ ബീച്ചിലൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അതുകൊണ്ട് അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നേ. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ അച്ചാപ്പി ഓടി വരുന്നുണ്ട്. സാധാരണ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ അച്ചാപ്പി അങ്ങ് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ പേടിച്ച് ഇടയ്ക്ക് വന്നിങ്ങനെ മുഖം തരാറുണ്ട്. ഇനി ഞാൻ ഭയങ്കര സീനാണ്. ഞാനിരുന്ന് പറയും അച്ഛൻ എന്നോടൊരു സ്നേഹമില്ലല്ലോ, അച്ഛൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് വരുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയും. അതുകൊണ്ട് വന്ന് നിൽക്കുന്നതാ, അതൊരു കാര്യമാക്കണ്ട. യാതൂട്ടൻ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഞാൻ അമ്മയോട് പലതവണ പറഞ്ഞു അവനെ അവൻ്റെ വഴിക്ക് വിട്, അവൻ എൻജോയ് ചെയ്യട്ടെ എന്ന്. അന്നേരത്തിന് അമ്മ പറഞ്ഞു ഒന്ന് ബോഡി പെണ്ണേ, നീ ഈ പറയുന്ന പോലെയാണോ, എൻ്റെ കൊച്ചിനെ എനിക്കിങ്ങനെ കളയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അമ്മ അവനിങ്ങനെ പൊത്തിപ്പിടിച്ചോടേ നടക്കുമായിരുന്നേ. അങ്ങനെ നമ്മൾ വടക്കുന്നാഥൻ്റെ അമ്പലത്തിൽ എത്തിയായിരുന്നു കേട്ടോ. ഒരു 5:30-5:45 ആയപ്പോൾ എത്തി കേട്ടോ. കുറച്ച് നേരം ക്യൂ നിന്നു. പിന്നെ നട തുറന്നു കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ട്രിപ്പ്, ഈ പ്രാവശ്യത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. പക്ഷെ ചക്കയില്ല എന്നൊരു മിസ്സിങ് ഉണ്ട് കേട്ടോ. അമ്മ വഴിനീളെ ഇങ്ങനെ
ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ പെണ്ണുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നേ. അത് നമുക്ക് അവളെ വല്ലാണ്ട് മിസ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചക്കീനെയും കൂട്ടിയിട്ട് മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.